Hi and welcome to the second video on process control. Okay, so last video നമ്മൾ പ്രോസസ് കൺട്രോളിൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് പ്രോസസ്സ് എന്നുള്ളതൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്തു. പിന്നെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു ലിക്വിഡ് ഫ്ലോ ഇന്നും ഫ്ലൂയിഡ് ഫ്ലോ ഇൻ ഫ്ലോ ഔട്ട് ഒരു സിസ്റ്റത്തിലെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പോസിബിലിറ്റീസ് നമ്മളിവിടെ നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ സെൽഫ് റെഗുലേഷൻ, ഹ്യൂമൻ എയ്ഡഡ് കൺട്രോൾ ആൻഡ് ഓട്ടോമാറ്റിക് കൺട്രോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാണ് ചെയ്തത്. നമുക്ക് ഇനി ഈ പ്രോസസ് കൺട്രോളിൻ്റെ പ്രോസസ് കൺട്രോൾ സിസ്റ്റം ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്നുള്ളതാണ് അടുത്തത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ടേംസ് ഒന്ന് ജനറലായിട്ട് ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. Okay, so it is useful to describe the elements and operations involved in more generic terms. Such a description should be independent of a particular application. അപ്പോൾ ഇത് ജനറൽ ആയിരിക്കും, it should not be dependent on any application and thus be applicable to all control situations. And a model may be constructed using blocks to represent each distinctive element. So we will find out what are the elements that are to be used in a process control system, then finally we will design a block diagram. അതാണ് ഇവിടുത്തെ അപ്രോച്ച് വരുന്നത്. So a model may be constructed using these blocks to represent each distinctive element, and the characteristics of control operation then may be developed from a consideration of the properties and interfacing of these elements. And numerous models have been employed in the history of process control description, and we will use one of that which will seem more appropriate for a description of modern and developing technology of process control. Okay, so generally നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എലമെൻസിനെ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് ഏതൊക്കെ വേണം എന്തൊക്കെ വേണം എന്നുള്ളത് മനസ്സിലാക്കുന്നു. then we'll finally move on to a block diagram approach. Okay, so അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫ്ലോ. so പ്രോസസ്സ് എന്നുള്ള ടേമാണ് ഓൾറെഡി നമ്മൾ ഫെമിലിയർ ആണ്. കഴിഞ്ഞതിൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഒരു ലിക്വിഡ് ഫ്ലോ ഇൻ ലിക്വിഡ് ഫ്ലോ ഔട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാന്നാണ്. അപ്പോൾ നമ്മൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് എന്നുള്ളതൊക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകുമല്ലോ. ഓക്കെ, സോ ഇൻ ദ പ്രീവിയസ് എക്സാമ്പിൾ ദ ഫ്ലോ ഓഫ് ലിക്വിഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ടാങ്ക് ഇറ്റ് സെൽഫ് ആൻഡ് ദ ലിക്വിഡ് ഓൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ പ്രോസസ്. അപ്പോൾ ഇതൊക്കെ കൂടിയതാണ് ഒരു പ്രോസസ്സ്. എന്തൊക്കെയാണ്? The flow of liquid in and out of the tank and the liquid all constitute the process to be placed under control with respect to the fluid level. അപ്പോൾ അവിടെ ഫ്ലൂയിഡ് ലെവൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ എയിം. അതിലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടിയതായിരുന്നു അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ റിലേറ്റ് ചെയ്തിട്ട് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞില്ല. ആൻഡ് ഇൻ ജനറൽ എ പ്രോസസ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് എ കോംപ്ലക്സ് അസംബ്ലി ഓഫ് ഫിനോമിന that relate to some manufacturing sequence. So it may be a manufacturing sequence and it may contain some complex assembly or phenomena that relate to that particular manufacturing sequence, and many variables may be involved in such a process, and it may be desirable to control all these variables at the same time. It may be that is നമുക്ക് പല കൺട്രോൾ പല പ്രോസസ്സുകളിലും ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവാം. അത് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേരിയബിളും ഒരേ സമയത്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ദർ ആർ single variable processes in which only one variable is to be controlled, as well as multi-variable processes in which many variables perhaps interrelated may require regulation. ഇപ്പോൾ ചില കേസുകളിൽ ഒറ്റ വേരിയബിളെ കൺട്രോൾ ചെയ്യേണ്ടി വരുള്ളൂ, ചില കേസുകളിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾ വരാം. അതിൽ തന്നെ അവർ പരസ്പരം ഇന്റർ റിലേറ്റഡ് ആയിരിക്കും. അതായത് ഒരെണ്ണത്തിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റേനെയും എഫക്ട് ചെയ്യാം. ഇന്റർ റിലേഷനുള്ള കേസുകൾ ആവാം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഈ പ്രോസസ്സിനെ ജനറലി ഇറ്റ് ക്യാൻ ബി കോൾഡ് എ പ്ലാന്റ്. ദ പ്ലാന്റ് എന്ന് പറയുന്നത് പ്രോസസ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കൺട്രോൾ സിസ്റ്റത്തിൽ നിങ്ങൾ കഴിഞ്ഞ് വന്നിട്ടുള്ളതായിരിക്കും. അവിടെ പഠിച്ചിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതൊന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോസസ് കൺട്രോൾ എന്നുള്ളൊരു അപ്രോച്ചിലാണ് ഇവിടെ പറയുന്നത് മാത്രം. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്ത ടേം ആയിരുന്നു പ്ലാന്റ്. സോ ദ പ്ലാന്റ് ഈസ് ദ സെയിം ആസ് എ പ്രോസസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രോസസ്. നൗ മൂവിങ് ഓൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്തിനോ കൺട്രോൾ ചെയ്യണം, മെഷർ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ലിക്വിഡ് ലെവലിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ ദെൻ ദർ ഷുഡ് ബി എ മെഷർമെൻറ്റ്. To affect the control of a variable in a process, we must have information about the variable itself. So if you want to control something, you must know what is the actual value of that particular thing at that particular point of time. Okay, so നമുക്ക് ഒരു പെർട്ടിക്കുലർ സാധനം കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു ലെവൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ ലെവൽ എന്താണെന്ന് അറിയണമല്ലോ, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ടെമ്പറേച്ചർ ആണെങ്കിൽ ടെമ്പറേച്ചർ എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് that we have to look into, and such information is found by measuring the variable. So there should be a measurement made on the variable. So in general, a measurement refers to the conversion of the variable into some corresponding analog of the variable.
such as pneumatic pressure, an electrical voltage or current, or a digitally encoded signal. So നമുക്ക് എന്താണോ മെഷർ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു അനലോഗ് സിഗ്നലോട്ടായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ന്യൂമാറ്റിക് പ്രഷർ ആവാം, ഇലക്ട്രിക് വോൾട്ടേജ് ഓർ കറന്റ്, ഓർ ഡിജിറ്റലി എൻകോഡഡ് സിഗ്നൽ. ഓക്കെ, ആൻഡ് you should deploy a sensor. A sensor is a device that performs the initial measurement and energy conversion of a variable into analogous signal, which can be electrical or numerical information. So you should use a sensor. So measurement in the basic item ഒരു sensor വേണം, and further transformation of signal conditioning may be required to complete the measurement function. So just ഇത് സെൻസ് ചെയ്തുകൊണ്ട് കാര്യം നടക്കില്ല. സെൻസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ സേ വോൾട്ടേജ് ആണെങ്കിൽ അത് വളരെ മില്ലി വോൾട്ട് മൈക്രോ വോൾട്ട് റേഞ്ചിലായിരിക്കാം. സോ നമുക്കത് അടുത്ത ഒരു ലെവലിലോട്ട് ഇൻസ്ട്രുമെന്റേഷൻ ലെവലിലോട്ട് സ്യൂട്ടബിൾ ആവില്ല. ചിലപ്പോൾ അത് ആംപ്ലിഫൈ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അതൊന്ന് ഫിൽട്ടർ ചെയ്യേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും നടക്കേണ്ടി വരും. എന്തായാലും പ്രൈമറി thing is to have a sensor which will sense the actual measurement variable. Okay, so the result of the measurement is a representation of the variable value in some form required by the other elements in the process control operation. So next ഇനി അങ്ങോട്ട് പ്രോസസ് കൺട്രോളിൽ വരുന്ന സിസ്റ്റം, അതായത് സിഗ്നൽ അതിന് വേണ്ടത്തക്ക രീതിയിൽ ആക്കി വിടണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ സെൻസർ ഒന്നുകൂടി ജസ്റ്റ് പറയാണ്. സെൻസറും ട്രാൻസ്ഡ്യൂസറും രണ്ട് ടേമുകൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന മെഷർമെന്റ്സിൽ പഠിച്ചതുമായിരിക്കാം. സെൻസർ ഈസ് ഓൾസോ കോൾഡ് ട്രാൻസ്ഡ്യൂസർ. ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിച്ചു കഴിഞ്ഞാലും the word sensor is preferred for the initial measurement device because transducer represents a device that converts any signal from one form to another. So transducer sensor നമ്മൾ ചെറിയൊരു demarcation പറയാണ്. So transducer represents a device that converts any signal from one form to another, but sensor can be treated as the front end ഏറ്റവും ആദ്യത്തെ പ്രൈമറി സെൻസിങ് ചെയ്യുന്ന ആളെ ഇനീഷ്യൽ മെഷർമെന്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെൻസർ. Thus, for an example, a device that converts voltage into a proportional current would be a transducer. വോൾട്ടേജിനെ കറണ്ടിലോട്ട് മാറ്റുന്നത് ഒരു ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഓൾ സെൻസേഴ്സ് ആർ ട്രാൻസ്ഡ്യൂസർ. എല്ലാ സെൻസറും ട്രാൻസ്ഡ്യൂസർ ആണ്, ബട്ട് നോട്ട് ഓൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ സെൻസേഴ്സ്. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു ജനറൽ ഒരു ഇതാണ്. നമുക്കത് അടുത്ത എന്താ പറയുക, ഈ മോഡ്യൂളിൻ്റെ എൻഡിൽ അടുത്ത മോഡ്യൂളിലൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. ഓൾറെഡി മെഷർമെന്റ്സിൽ പഠിച്ചതായിരിക്കാം, എന്നാലും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സെൻസേഴ്സ്. ദെൻ സോ നമുക്കപ്പോൾ എന്തുണ്ട്, ആക്ച്വൽ വാല്യൂ അവിടെ നിന്ന് സെൻസ് ചെയ്തു ഇല്ലേ, ഇനി നമുക്കൊരു റെഫറൻസ് വാല്യൂ ഉണ്ട്. അപ്പോൾ ദർ ഷുഡ് ബി കമ്പാരിസൺ. ആക്ച്വലും ഈ സെൻസ്ഡും തമ്മിലൊരു കമ്പാരിസൺ വേണം. എറർ നോക്കണം, നമുക്ക് എന്താണ് അത് തമ്മിലൊരു മാറ്റം, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ. സോ ദർ ഷുഡ് ബി എ എറർ ഡിറ്റക്ടർ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ ഓപ്പറേറ്ററിൻ്റെ കേസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ലെവൽ ഡിറ്റക്ഷൻ്റെ. ദ ഹ്യൂമൻ ലുക്ക്ഡ് അറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ലെവൽ എച്ച്, സ്മോൾ ലെറ്റർ എച്ച്, ആൻഡ് എ സെറ്റ് പോയിന്റ് uppercase h and deduced the error, and this error has both magnitude and polarity. ഇപ്പോൾ ഇയാൾ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത് ഇതാണ് അയാളുടെ സെറ്റ് വാല്യൂലോ എച്ച് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എച്ച്, ആൻഡ് ഇതാണ് ആക്ച്വൽ സ്മോൾ ലെറ്റർ വാല്യൂ എച്ച്. അപ്പോൾ ഇത് നോക്കി ഇയാൾക്ക് മനസ്സിലാവും, ഓക്കെ നമ്മുടെ റെഫറൻസ് വാല്യൂവിനെക്കാട്ടിലും വ്യത്യാസമുണ്ട്, ഇത്രയും എമൗണ്ട് കൂടുതലാണ്, അതായത് മേലോട്ടാണ്, ഇനിയിപ്പോൾ താഴെയാണ് നിൽക്കുന്നത് താഴോട്ടാണെന്നുള്ള അയാൾക്ക് മനസ്സിലാക്കാം. ദിസ് ഹാസ് magnitude and polarity. And automatic control എന്തായിരുന്നു, for automatic control system this same kind of error determination must be made before any control action can be taken by the controller. Although the error detector is often a physical part of the control device, it is important to keep clear distinction between the two. Okay, അപ്പോൾ എറർ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് ആണെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് എന്താണെന്ന് എന്തായാലും ഇപ്പോൾ ജസ്റ്റ് രണ്ട് കേസുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എറർ ഡിറ്റക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത് ഈ കൺട്രോളറിൻ്റെ ഉള്ളിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് എ പ്രോഗ്രാം ആയിരിക്കും. ഇവിടെ നിന്നൊരു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ലെവൽ സെൻസ് ചെയ്ത സിഗ്നൽ എസ് എന്ന് കിട്ടുന്നു, ആ സിഗ്നൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് വാല്യൂ ഉണ്ടാവും, അതിനായിട്ട് കമ്പയർ ചെയ്ത് എറർ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ അതെല്ലാം ചെയ്യുന്നത് ഈ ഹ്യൂമൻ ഓപ്പറേറ്റർ ആണ്, അയാൾ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് വാൾവ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ കമ്മിങ് ടു ദ കൺട്രോളർ പോർഷൻ. The next step so you have the actual measured value using the sensor transducer arrangement. Now the next step in the process control sequence is to examine the error and determine what action, if any, should be taken. So ഇപ്പോൾ ഒരു വാല്യൂ കിട്ടിയല്ലോ, ആക്ച്വൽ വാല്യൂ കിട്ടി, ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ സെറ്റ് വാല്യൂ ഓർ റെഫറൻസ് വാല്യൂ ആൻഡ് ദെൻ ഡിസൈഡ് വാട്ട് ടു ഡു. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ ആക്ച്വൽ ലെവൽ കിട്ടി, നമ്മൾ റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇനി ലെവൽ കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ള ഡിസിഷൻ തീരുമാനിക്കണം. So this part of the control system has many names such as compensator or filter, but controller is the most common. അപ്പോൾ അത് പല തരത്തിൽ പറയാം, ഓരോ അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട്. എന്നാലും generally we will call it a controller. Okay, so the evaluation may be performed by an operator
and by electronic signal processing, by pneumatic signal processing, or by a computer. അപ്പോൾ ഈ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആവാൻ ചെയ്യുന്നത്. And in modern control system, the operations of the controller are typically performed by microprocessor based computer. So microprocessor based computers ആണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഓപ്പറേറ്റർ ഒന്നും വേണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നടന്നോളും. And the controller requires an input of both measured indication of the control variable and representation of the reference value of the variable expressed in the same terms as the measured value. Okay, so there should be the actual measured value as the input, then again there should be a reference set value, reference value. So both these things should be in the same format, then only the controller can take proper action. So evaluation consists of determining the action required to drive the control variable to the set point value. In this case, or in the previous example, the actual control variable was a output flow. Output flow ആണ് അതിനെ അവിടെ എന്താ വാൾവ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തായിരുന്നത് മാത്രം. Okay, so the control element, finally the final element in the process control operation is the device that exerts a direct influence on the process. പ്രോസസ്സിൽ ഒരു ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് വരുത്താൻ കഴിവുള്ള ഡിവൈസ് അതിനെയാണ് പറയുന്നത്. And that is it provides those required changes in the control variable to bring it back to the set point. So ഈ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആക്ച്വൽ ഇതും സെറ്റ് പോയിന്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദിസ് എലമെന്റ് ആക്സെപ്റ്റ് ആൻ ഇൻപുട്ട് ഫ്രം ദ കൺട്രോളർ വിച്ച് ഈസ് ദെൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു സം പ്രൊപ്പോർഷണൽ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ദ പ്രോസസ്. ഇപ്പോൾ കൺട്രോളറിന് ഒരു ഇൻപുട്ട് വരും, ഒരു ഇന്നത് ചെയ്യേ എന്ന് പറഞ്ഞ് കൺട്രോളർ പറയും, അതിനനുസരിച്ച് ഇത് ആക്ട് ചെയ്യാം. ഇപ്പം മുന്നത്തെ കേസിലായിരുന്നു നമുക്ക് അവിടെ എന്താ ഉണ്ടായിരുന്നത്, കൺട്രോളറിൽ നിന്ന് വാൾവിലേക്കാണ് പോകുന്നുണ്ട് അല്ലേ, വാൾവിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഒരു ആക്ച്വേറ്റർ ഉണ്ട്, ആക്ച്വേറ്ററിനോട് കൺട്രോളർ പറയും ഓക്കെ നീ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയും. അപ്പോൾ അതിനനുസരിച്ച് ആക്ച്വേറ്റർ ആണ് അവിടെ മൂവ്മെൻറ്റ് നടത്തി വാൾവ് ഓപ്പണോ ക്ലോസിനോ എന്താ വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇൻ ഓക്കെ, so the control element is the valve that adjusts the outflow of the fluid from the tank, and this element is also referred to as the final control element. Control element ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ഫൈനൽ കൺട്രോൾ എലമെന്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, and often an intermediate operation is required between the controller output and the final control element. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ നേരെ കൺട്രോളർക്ക് കയറിയിട്ട് ഇയാളിനെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി വരും. തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നമ്മൾ ആക്ച്വേറ്റർ പറഞ്ഞ പോലെ. So this operation is referred to as an actuator because it uses the controller signal to actuate the final control element. That is the reason why it is called the actuator, because it uses the controller signal to actuate the final control element. Okay, so what the actuator does is it translates the small energy signal of the controller into a larger energy action on the process. So from the smaller energy that is signal that is obtained from the controller, it has to be converted into a larger energy action such that മുന്നത്തെ കേസിലാണെങ്കിൽ എന്താ വാൾവ് ഓപ്പറേറ്റ് ചെയ്യണം, ആ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലെ സിഗ്നലൊന്നും ആർക്ക് കൊടുക്കാൻ പറ്റില്ല, കൺട്രോളർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ ആ ഒരു ലെവലിലോട്ട് മാറ്റാണ് ആര് ചെയ്യുന്നത്, നമ്മളുടെ ആക്ച്വേറ്റർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫൈനലി കമ്മിങ്, ഇപ്പോൾ ഇത്രയും ടേംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ നൗ വിൽ കം ടു ദ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഡയഗ്രാം. സോ ഇതാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓൾറെഡി കൺട്രോൾ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പ്ലാന്റ് എന്ന് ഉപയോഗിക്കുന്നതിന് പറയുന്നത്, ഇവിടെ പ്രോസസ്സ് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സോ ബേസിക് ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും, ഈ ബ്ലോക്കാണ് നമ്മളുടെ ഓഫ് ഇമ്പോർട്ടൻസ് ദിസ് പ്രോസസ്. ദെൻ ദർ വിൽ ബി എ മെഷർമെൻറ്റ് മെയ്ഡ് ഓൺ ദ സിസ്റ്റം, മെഷർമെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അതിൽ നിന്ന് സി എന്ന് പറയുന്ന കൺട്രോൾ വേരിയബിൾ മെഷർ ചെയ്ത് എടുക്കുന്നു. ഓക്കെ, ദെൻ കൺട്രോൾ വേരിയബിൾ അവിടെ നിന്ന് എടുത്ത് അത് മെഷർമെൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ആയി മാറി, മെഷേർഡ് വേരിയബിൾ ആയി. Then this measured variable should be compared with the set point or reference R. R is the reference or set points. At the summing point, this is plus and this is minus. So R minus B will be done here. So error will be generated, E which is equal to R minus B. Then comes the controller. So controller ലേക്കാണ് ഇത് വരുന്നത്. ഇത് ജനറലി നമ്മളിങ്ങനെ പുറത്ത് കാണിക്കുമെങ്കിലും ഈ എറർ ജനറേഷൻ അധികം കൺട്രോളറിൻ്റെ ഉള്ളിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ബ്ലോക്ക് ഡയഗ്രാം അപ്രോച്ചിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ ഫൈനലി ദ കൺട്രോളർ ഗിവ്സ് എ സിഗ്നൽ P, which is the output signal which is given to the control element. Okay, and based on this P, the control element sends a signal U to the process, which is the process variable to be controlled. So that is the way in which this will be operating. Okay, so the control element operates on the process by changing the value of the controlling process variable U. So the control element operates on the process by changing the value of the കൺട്രോളിങ് പ്രോസസ് വേരിയബിൾ യു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ എറർ ഡിറ്റക്ടർ ഈസ് സബ്ട്രാക്ടിങ് ദ സമ്മിങ്, എറർ ഡിറ്റക്ടർ ഈസ് എ സബ്ട്രാക്ടിങ്
സമ്മിങ് പോയിന്റ്, സബ്ട്രാക്ടിങ് സമ്മിങ് പോയിന്റ് ആണ് ഇവിടെ. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. വിച്ച് ഔട്ട്പുട്ട്സ് എ സിഗ്നൽ ഇ ഈസ് ഈക്വൽ ടു ആർ മൈനസ് ബി. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ടു ദ കൺട്രോളർ ഫോർ കമ്പാരിസൺ ആൻഡ് ആക്ഷൻ. ഈ ഡാറ്റ കൺട്രോളർക്ക് കൊടുക്കുന്നു, അതിനനുസരിച്ച് കമ്പാരിസണും ആക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിളിലോട്ട് വരാം. ഫിസിക്കൽ ഡയഗ്രാം ഓഫ് എ പ്രോസസ് കൺട്രോൾ ലൂപ്പ്. ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതിലും മുന്നത്തെ പോലെ തന്നെ എന്താണ്, ഒരു ഫ്ലോ പൈപ്പാണ് ഇവിടെ കാണുന്നത്. ഫ്ലോ പൈപ്പാണ്. ഓക്കെ, ഫ്ലോ ത്രൂ എ പൈപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഒറിഫൈസ് പ്ലേറ്റ് മെഷർമെന്റിന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാൾവ് ആണ് കാണുന്നത്. ഓക്കെ, സോ ദ വേരിയേഷൻ ഓഫ് ദ ഫ്ലോ ത്രൂ an obstruction means orifice pipe in this case produces a pressure difference variation across the obstruction, and this variation is converted to the standard signal range of 3 to 15 psi. അപ്പോൾ ഈ ഒറിഫൈസ് പൈപ്പിൽ ഉള്ള ഒരു എന്താ ഒബ്സ്ട്രക്ഷൻ അനുസരിച്ച്, ഫ്ലോയ്ക്ക് അനുസരിച്ചുള്ള ഒരു മെഷർമെൻ്റ് ആണ് ഇവിടേക്ക് ഇത് എടുക്കുന്നത്. ഓക്കെ, സോ ഇതൊരു പ്രഷർ സെൽ സെൻസർ എന്ന രീതിയിൽ 3 to 15 psi ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ദി പ്രഷർ ടു ദെൻ പി ബൈ ഐ എന്ന് പറഞ്ഞാൽ പ്രഷർ ടു കറണ്ട് കൺവേർട്ടർ ആണ്. പ്രഷർ ടു കറണ്ട് കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. പ്രഷർ ടു കറണ്ട് കൺവേർട്ടർ, പി ബൈ ഐ കൺവേർട്ടർ ചേഞ്ചസ് ദ പ്രഷർ ടു സേ സം 4 to 20 മില്ലി ആംബിയർ, 4 to 20 മില്ലി ആംബിയർ റേഞ്ചിലോട്ട് മാറണം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒറിഫൈസ് പൈപ്പാണ് ഇവിടുത്തെ ആക്ച്വൽ ഈ ഫ്ലോ മെഷർ ചെയ്യുന്നത്. ഫ്ലോ മെഷർ ചെയ്തിട്ട് അത് പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്തത്. പക്ഷെ നമുക്ക് പ്രഷർ പറ്റില്ല. അപ്പോൾ പ്രഷറിനെ കറണ്ട് ആക്കി 4 to 20 മില്ലി ആംബിയർ റേഞ്ച്, അത് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു, കൺട്രോളറിലോട്ട് കൊടുക്കുന്നു. അതിൽ സെറ്റ് പോയിന്റ് എടുക്കുന്നുണ്ടാവും. ഓക്കെ, so this controller outputs at 4 to 20 milliampere. ഇപ്പോൾ ഈ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടും തിരിച്ചെന്ത് തന്നെയാണ്, 4 to 20 milliampere റേഞ്ചിലുള്ള ഒരു സിഗ്നലാണ് വരിക. അഗെയിൻ അത് നമുക്ക് കറണ്ടാണ്. നമുക്ക് ഇവിടുത്തെ ഓപ്പറേഷൻ നടത്താൻ പോകുന്ന ഒരു ന്യൂമാറ്റിക് ആക്ച്വേറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ന്യൂമാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. അപ്പോൾ ഈ കറണ്ട് കിട്ടിയിട്ട് കാര്യമില്ല, അതിനെന്താക്കണം, പ്രഷർ ആക്കണം. സോ അഗെയിൻ ദർ വിൽ ബി എ കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ which will convert it into a range of 3 to 15 psi and then goes to the pneumatic actuator. So the controller output 4 to 20 milliampere control signal to signify the correct value setting to provide the current flow. And this current is converted to already I am പറഞ്ഞ പോലെ 3 to 15 psi pressure signal by the current to pressure converter and applied to the pneumatic actuator, and the actuator then adjust the wall setting. അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റപ്പിൽ, ഈ ഒരു സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ജനറൽ എന്താ പറയുക, ഒരു ഫിസിക്കൽ ഡയഗ്രാം എന്ന് പറയാം. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പാരാമീറ്റേഴ്സും ആക്ച്വൽ സാധനങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒറിഫൈസ് പ്ലേറ്റും പ്രഷർ സെൻസറും കൺവേർട്ടർ, ദെൻ കൺട്രോളർ, ദെൻ ബാക്ക് അഗെയിൻ കൺവേർട്ടർ ടു പ്രഷർ, ദെൻ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഡയഗ്രാം ഓഫ് പ്രോസസ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയും. ലൂപ്പ് എന്ന് പറയാൻ കാരണം ഇവിടെ ക്ലോസ്ഡ് ആണ്. ഓക്കെ, now this figure 7 shows how all the control system operations are condensed to the standard block diagram operation of measurement, error detection, controller and final control element. Okay, ഇനി ഈ ഒരു സാധനങ്ങളെ നമ്മൾ എങ്ങനെ ഒരു ബ്ലോക്കിലോട്ട് ആക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ. ഓക്കെ, ഇത് ജസ്റ്റ് ഇതിലത്തെ എങ്ങനെയാണ് ഈ ഒറിഫൈസ് മീറ്റർ മെഷർ ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ്. എത്രത്തോളം ഫ്ലോ ഉണ്ട് അതിനനുസരിച്ച് അതിൻ്റെ പ്രഷറിലുള്ള വേരിയേഷൻ വരും എന്നുള്ളത് അവിടെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ ദ ഫിസിക്കൽ സിസ്റ്റം ഫോർ കൺട്രോൾ ഫ്ലോ ത്രൂ എ പൈപ്പ്, വേരിയേഷൻ ഓഫ് ഫ്ലോ ത്രൂ ദ ഒബ്സ്ട്രക്ഷൻ. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളോടെ എഴുതിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒറിഫൈസ് പൈപ്പ് അത് മെഷർ ചെയ്യുന്നു, ആൻഡ് ദിസ് വേരിയേഷൻ ഈസ് കൺവേർട്ടഡ് ടു സ്റ്റാൻഡേർഡ് സിഗ്നൽ ഓഫ് 3 to 15 psi. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അത് ജസ്റ്റ് വായിച്ചേ പോകാവുന്നേ ഉള്ളൂ. ദ കൺട്രോളർ ഔട്ട്പുട്ട്. ഓക്കെ, ഫൈനലി അതിനെ പ്രഷറായിട്ട് മാറ്റുന്നു, അത് ന്യൂമാറ്റിക് ആക്ച്വേറ്റർ വരുന്നു, ആക്ച്വേറ്റർ അഡ്ജസ്റ്റ് ദ വാൾ സെറ്റിംഗ്. ഇതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ലൂപ്പാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് കാണാം പൈപ്പ് ആൻഡ് ഫ്ലോ, അതാണ് ഇവിടുത്തെ പ്രോസസ്സ് അല്ലേ. പൈപ്പും അതിൽ കൂടെയുള്ള ഫ്ലോ ആണ് പ്രോസസ്സ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തോ ഒറിഫൈസ് പ്ലേറ്റ് ഉണ്ട്, അത് മാത്രം പോരാ, എന്താ ഡി പി സെല്ല് വേണം, പ്രഷർ കൺവേർട്ടർ, അത് ഒറിഫൈസ് പ്ലേറ്റ് വേണം, പിന്നെ നമുക്ക് പ്രഷർ സെല്ല് വേണം, പിന്നെ എന്ത് വേണം, പ്രഷർ ടു കറണ്ട് കൺവേർട്ടർ ആണ് ഇവിടെ വേണ്ടത്. പ്രഷർ ടു കറണ്ട് കൺവേർട്ടർ വേണം. അതൊരു മിസ്റ്റേക്കാണ്, പി ബൈ ഐ ആണ്, പി ബൈ ഐ കൺവേർട്ടർ വേണം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു വാല്യൂ കിട്ടി, അതിന് നമ്മൾ എന്തിലേക്ക് കൊടുക്കുകയാണ്, എറർ ഡിറ്റക്ടറിലേക്ക് കൊടുക്കുകയാണ്. സെറ്റ് പോയിന്റ് ആയിട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ ഇവിടെ മൈനസ് എന്ന് വരും. അപ്പോൾ അതിൻ്റെ എറർ കൺട്രോളറിലോട്ട് വരികയാണ്. സോ ഈ കൺട്രോളർ ദെൻ അഗെയിൻ നമുക്ക് എന്ത് ഔട്ട് ചെയ്തു, ഒരു കറണ്ടാണ് തന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കറണ്ടാണ് വന്നത്, അതിൻ്റെ ബേസിൽ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഒരു കറണ്ടാണ് ഔട്ട് തന്നത്. ആ കറണ്ടിന് നമുക്ക് എന്താക്കണം, പ്രഷർ ആക്കണം. സോ അടുത്ത ബ്ലോക്കിൽ എന്തൊക്കെ ഉണ്ടാവും,
ഒരു ബ്ലോക്ക് ആയിട്ടാണ് കാണിക്കുന്നത് സിംപ്ലി കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ ഉണ്ടാവും, ആക്ച്വേറ്റർ വാൾവ് ഉണ്ടാവും. ഫൈനലി ഇറ്റ് കംസ് ബാക്ക് ടു ദ പ്രോസസ് വേർ പൈപ്പ് ആൻഡ് ഫ്ലോ ഈസ് ദർ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, so the purpose of the block diagram approach is to allow the process control system to be analyzed as an interaction of smaller and simpler subsystem. സോ അതിനാണ് നമ്മൾ എന്താ ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ പോയി എവിടേക്ക് പോകുന്നത്, ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് വരുന്നത്. To allow the process control system to be analyzed as the interaction of smaller and simpler subsystem, and if the characteristics of each element of the system can be determined, then the characteristics of the assembled system can be established by an analytical മാരേജ് ഓഫ് ദ സബ് സിസ്റ്റം. ഇപ്പോൾ ഒരു സബ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ പിന്നെ മൊത്തത്തിൽ കമ്പൈൻ ചെയ്ത് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൻഡ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സിസ്റ്റം approach in technology was detected by this practical aspect. First, to specify the characteristics desired of the total system, and then to delegate the development of subsystems that provide the overall criteria. ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത്. And it becomes evident that the specification of the process control system to regulate the variable C within the specified limits and with specified time responses determines the characteristics the measurement system must possess. And this same set of system specifications is reflected in the design of the controller and control element. അപ്പോൾ ഇതെല്ലാം ഈ കൺട്രോളറിലും കൺട്രോൾ എലമെൻറ്റിൻ്റെയും ഡിസൈനിലാണ് കാര്യങ്ങളെല്ലാം കിടക്കുന്നതാണ് പറയുന്നത്. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒക്കെ പറഞ്ഞ വന്ന കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി ഇവിടെ കാണിക്കുന്നു. ദ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ ഫൈനലി ഒന്നുകൂടി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ലൂപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ പറയുന്നുണ്ട്, ലൂപ്പ്, പ്രോസസ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. സോ ദ സിഗ്നൽ ഫ്ലോ ഫോംസ് എ കംപ്ലീറ്റ് സർക്യൂട്ട് ഫ്രം ദ process through the measurement, through the error detector, through the controller, through the final control element. So this is called the loop, and in general we speak about it as a process control loop. So ഇതാണ് പ്രോസസ് കൺട്രോൾ ലൂപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പ്രോസസ്, മെഷർമെന്റ്, എറർ ജനറേറ്റർ, കൺട്രോളർ, കൺട്രോൾ എലമെന്റ്, ബാക്ക് ടു പ്രോസസ്. ഓക്കെ, so in most cases it is called a feedback loop because we determine an error and feed back a corresponding correction to the process. So ഫീഡ് ഇങ്ങോട്ട് വന്നു, അതിനനുസരിച്ച് ബാക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നു, അതുകൊണ്ട് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയും. ഓക്കെ, ആൻഡ് എ പ്രോസസ് കൺട്രോൾ സിസ്റ്റം ഈസ് യൂസ് ടു റെഗുലേറ്റ് ദ വാല്യൂ സം പ്രോസസ് വാരിയബിൾ. ഒന്ന് ഫൈനലി നമ്മൾ പറയാണ് കൺട്രോൾ സിസ്റ്റം ഇവാലുവേഷൻ, ഇതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളത്. സോ വെൻ സച്ച് സിസ്റ്റം ഈസ് ഇൻ യൂസ്, ഈസ് ഇറ്റ് നാച്ചുറൽ ടു ആസ്ക് ഹൗ വെൽ ഈസ് ഇറ്റ് വർക്കിംഗ്. സോ എത്ര നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം വരാം. സോ ദിസ് ഈസ് നോട്ട് ആൻ ഈസി ക്വസ്റ്റ്യൻ ടു ആൻസർ ബിക്കോസ് ഇറ്റ് ഈസ് പോസിബിൾ ടു അഡ്ജസ്റ്റ് ദ കൺട്രോൾ സിസ്റ്റം ടു പ്രൊവൈഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റെസ്പോൺസ് ടു എറർ. പല തരത്തിൽ നമ്മുടെ എററിനെ റെസ്പോണ്ട് ചെയ്താൽ മതിയല്ലോ, അത് പല തരത്തിൽ റെസ്പോണ്ട് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ വേറൊരു പോയിന്റ് വരുന്നത്. ഓൾറെഡി നിങ്ങൾ കൺട്രോൾ സിസ്റ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കും. ആൻഡ് ദ വാരിയബിൾ യൂസ് ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം ഈസ് ദ എറർ E of t, which is the difference between the constant set point or reference value r and the control variable C of t, that is C of t equal to r minus C of t. And since the value of the controller variable may vary in time, so may the error. So control variable എന്നാലും മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എററും മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇൻ സെർവോ മെക്കാനിസം പറഞ്ഞ കാര്യമാണ്, റെഫറൻസ് എന്ന് പറയുന്നത് പല കേസുകളും ഫിക്സഡ് ആയിരിക്കും എന്ന് പറയുന്നത്. സെർവോ മെക്കാനിസത്തിലൊക്കെ ചിലപ്പോൾ ടൈം വാരിയിങ് ആയിരിക്കാം, നമുക്കത് റിക്വയർഡ് സീക്വൻസിനനുസരിച്ച്. ദെൻ control system objective. So in principle the objective of a control system is to make the error exactly zero, but the control system responds only to errors. That is, when an error occurs, the control system takes the action to drive it to zero. അതായത് എറർ ഉണ്ടെങ്കിലാണ് കൺട്രോൾ സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള പറഞ്ഞു. ബേസിക്കലി അതിൻ്റെ എയിം എന്ന് പറയുന്നത് സീറോ ആക്കുകയാണ്. So there should be some error such that the control system is operating. Then conversely, if the error were zero and stayed zero, the control system would not be doing anything and would not be needed in the first place itself. Okay, so the zero ആണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ. Then therefore the objective can never be perfectly achieved and there will always be some error. അപ്പോൾ അത് ഒരിക്കലും നടക്കില്ല, എന്തായാലും അവിടെ ഒരു എറർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. And practical statement of control system objective is best represented by the three requirements. System should be stable, system should provide the best possible steady state regulation, then system should provide the best possible transition regulation. ഓൾറെഡി കൺട്രോൾ സിസ്റ്റം പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കൺട്രോളർ ഒബ്ജക്റ്റീവുകൾ ഒന്ന് സ്റ്റേബിൾ ആയിരിക്കണം, എന്താ സ്റ്റഡി സ്റ്റേറ്റ് റെഗുലേഷൻ വേണം, ട്രാൻസിഷൻ റെഗുലേഷൻ തരണം. ഓക്കെ, സോ ജസ്റ്റ് എന്താ പറയുക, അതിൻ്റെ സ്റ്റേബിലിറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൺട്രോൾ സിസ്റ്റം ഒരു ഇതിലൊരു എറർ, ഇതാണ് നമ്മളെ റെഫറൻസ് വാല്യൂ. ഇപ്പോൾ റെഫറൻസ് വാല്യൂവിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് ഓൺ ആവും.
എന്നിട്ട് അതിനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റേബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വിട്ട് വിട്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്നതാണ്, തിരിച്ചങ്ങോട്ട് വരാതെ. ഓക്കെ. So objective of steady state regulation. The objective of the best possible steady state regulation simply means that the steady state error should be minimum. നേരത്തെ കാണിച്ചതിൽ നമ്മളെ റെഫറൻസ് എന്നുള്ള അകൽച്ച കുറയണം. ആൻഡ് ജനറലി വെൻ എ കൺട്രോൾ സിസ്റ്റം ഈസ് സ്പെസിഫൈഡ് ദർ വിൽ ബി സം അലോവബിൾ ഡീവിയേഷൻ. ഇപ്പോൾ ഒരു ടോളറൻസ് ബാൻഡ് എപ്പോഴും പറയാറുണ്ടാവും, അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റേബിൾ എന്ന് പറയും. ദിസ് മീൻസ് ദാറ്റ് ദ വേരിയേഷൻ ഓഫ് ദ വാരിയബിൾ വിത്തിൻ ദിസ് ബാൻഡ് ആർ എക്സ്പെക്റ്റഡ് and are acceptable. ഒരു റേഞ്ചിൽ പ്ലസ് ഓർ മൈനസ് ഇത്ര പെർസെൻറ്റേജ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. And the external influences that tend to cause the drift of the value beyond the allowable deviation are corrected by the control system. അതിന് പുറത്ത് പോകുമ്പോൾ കൺട്രോൾ സിസ്റ്റം അത് ആക്ട് ചെയ്യണം. For example, the process control technologies might be asked to design the implement control system to regulate temperature at 150 degrees Celsius within plus or minus 2 degrees Celsius. That means it can go down to 148 and it can go up to 152. So if it is within this band of 148 and 152, then that is okay, that's fine, it is steady state stable. If it goes beyond or beyond 152 or below 148, then it's a problem, it should start the control operation. Then transient regulation. Suppose the set point in the previous exam temperature case was suddenly changed to 160 degree. Transient regulation specifies how fast the control system reacts to bring the temperature to this new point. Or another type of transient influence is sudden change of some other process variable, and the controller variable depends on the process variables, and if one of them suddenly changes the value, the controlled variable may be driven to change also. So the control system acts to minimize the effect, and this is also called the transient response. ഇപ്പോൾ transient response രണ്ട് തരത്തിലാവാന്ന് പറയുന്നത്, സെറ്റ് പോയിന്റ് സഡൻ ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ചാടി കയറി ഫോളോ ചെയ്യണം. ഞാൻ പകരം സിസ്റ്റത്തിൽ വേറെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായി അതിനനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് പെട്ടെന്ന് വരുന്നതിനാണ് ട്രാൻഷൻ റെഗുലേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ പ്രോസസ് കൺട്രോൾ ആൻഡ് എവറിത്തിങ്. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് എന്താ പറയുക സെൻസർ ടൈം റെസ്പോൺസും പിന്നെ ട്രാൻസ്ഡ്യൂസറിലേക്കൊക്കെ വരാം. ഓക്കെ, താങ്ക് യു.